നമ്മൾ ഇന്ന് തൊട്ട് നെക്സ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. മൊഡ്യൂളിൻ്റെ പേര് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്നാണ്. രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഹെഡുകളാണ്. സോ ഫസ്റ്റ് നമുക്ക് കോറിലേഷൻ പഠിക്കാം. റിലേഷൻ, ആ പേരിൽ തന്നെ ഉണ്ട് എന്തോ ഒന്നിൻ്റെ റിലേഷനാണ് പഠിക്കാനുള്ളത് അല്ലേ. സോ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾ ആണ്. അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ് കോറിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പേരിൽ പറയുന്ന പോലെ തന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾ. ഈ ടെക്നിക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് AM ടോട്ട്ലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോറിലേഷൻ ഈസ് ആൻ അനാലിസിസ് ഓഫ് ദ കോവാരിയൻസ് ബിറ്റ്വീൻ 2 or more വേരിയബിൾ. രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് തമ്മിലുള്ള കോവാരിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് റിലേഷൻഷിപ്പ് തന്നെയാണ്. അവ തമ്മിൽ എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലെങ്കിൽ എത്രമാത്രം വ്യതിചലിക്കപ്പെട്ട് കിടക്കുന്നു എന്ന് സ്റ്റഡി ചെയ്യുന്നതാണ് കോറിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, രണ്ട് വേരിയബിൾസ് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാനാണ് പോകുന്നത്. സോ അതാണ് കോറിലേഷൻ എന്നുള്ളതുകൊണ്ട് സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ഈ ചാപ്റ്ററിൽ ഉടനീളം നമ്മൾ കേൾക്കാൻ പോകുന്ന പേരാണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെഷർ ഓഫ് കോറിലേഷൻ ഇസ് കോൾഡ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. അതായത് നമ്മൾക്ക് കോറിലേഷൻ ചെയ്ത് കിട്ടുന്ന ഉത്തരത്തെയാണ് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആൻസർ ആണെന്ത്, കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ഈ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിന് ചില പ്രത്യേകതകളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് റേഞ്ചസ് ബിറ്റ്വീൻ -1 to +1. അതായത് നമ്മൾക്ക് കോറിലേഷൻ പ്രോബ്ലം ചെയ്ത് കിട്ടുന്ന ആൻസർ എപ്പോഴും -1ൻ്റെയും +1ൻ്റെയും ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. -1ൻ്റെയും +1ൻ്റെയും ഇടയിലായിരിക്കും കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഉണ്ടാവുക. നെക്സ്റ്റ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, കോറിലേഷൻ R എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇക്വേഷനിൽ കണ്ടുപിടിക്കേണ്ടത് ഈ R ആണ്. R = എന്നായിരിക്കും നമ്മുടെ ഇക്വേഷൻ. സോ കോറിലേഷൻ ഡിനോട്ട് ചെയ്യുന്നത് R എന്ന ലെറ്റർ കൊണ്ട് ആണ്. ഇനി നമ്മൾ പറഞ്ഞു -1ൻ്റെയും +1ൻ്റെയും ഇടയിലാണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് വരിക അല്ലെങ്കിൽ R വരിക. സോ R = 1 ആണ് എന്നുണ്ടെങ്കിൽ ദർ ഈസ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. അതായത് 1 എന്ന് നമുക്ക് കോറിലേഷൻ ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ 1 ആണെന്നുണ്ടെങ്കിൽ ദർ ഈസ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. ഇനി R കിട്ടുന്നത് -1 ആണെങ്കിൽ ദർ ഈസ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. 1 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്, പോസിറ്റീവാണ് കിട്ടുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ, മൈനസ് നമ്പറാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ. സോ അതാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഒരു പ്രത്യേകത. നെക്സ്റ്റ് വൺ, R = 0 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കോറിലേഷൻ ഇല്ല, അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, 1 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്, 0 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നോ കോറിലേഷൻ. ഇനി കിട്ടുന്ന ആൻസർ 1ൻ്റെ അടുത്ത് കിടക്കുന്ന നമ്പറാണ്. ഫോർ എക്സാമ്പിൾ 0.9, 0.8 ഒക്കെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ദർ ഈസ് ഹൈ കോറിലേഷനാണ്. അവിടെ കോറിലേഷൻ ഹൈ ആണ്. ഇനി കിട്ടുന്ന ആൻസർ 0ൻ്റെ അടുത്താണ്. ഫോർ എക്സാമ്പിൾ 0.1, 0.2 ഒക്കെയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ദർ ഈസ് ലോ കോറിലേഷനാണ്. അതായത് 1ൻ്റെ അടുത്താണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഹൈ കോറിലേഷൻ, 0ൻ്റെ അടുത്താണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ലോ കോറിലേഷൻ, മൈനസ് നമ്പറാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ, പ്ലസ് നമ്പറാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ
പോസിറ്റീവ് കോറിലേഷൻ. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് കോറിലേഷൻ ആണ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ? അതിൽ ഫസ്റ്റ് വണ്ണാണ് സിമ്പിൾ, പാർഷ്യൽ, മൾട്ടിപ്പിൾ കോറിലേഷൻ. അത് 3 കോറിലേഷൻസ് ആണ്, അത് ഒരുമിച്ചാണ് പറയുക. സിമ്പിൾ, പാർഷ്യൽ, മൾട്ടിപ്പിൾ കോറിലേഷൻ. ഫസ്റ്റ് വൺ സിമ്പിൾ കോറിലേഷൻ. സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ 2 വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് സിമ്പിൾ കോറിലേഷൻ. വെൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് ആർ സ്റ്റഡീഡ് ദെൻ ഇറ്റ് ഈസ് സിമ്പിൾ കോറിലേഷൻ. ഇനി അടുത്തത് പാർഷ്യൽ കോറിലേഷൻ. പാർഷ്യൽ കോറിലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ദർ വിൽ ബി 3 വേരിയബിൾ, 3 വേരിയബിൾസ് ഉണ്ടായിരിക്കും. ആ 3 വേരിയബിൾസിൽ ഒരു വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് മറ്റ് 2 വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുന്നതിനെ നമ്മൾ പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയും. പാർഷ്യൽ കോറിലേഷൻ ആകുമ്പോൾ 3 വേരിയബിൾസ് ഉണ്ടാവും, ഒരു വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിർത്തുക. നെക്സ്റ്റ് ബാക്കിയുള്ള 2 വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയും. നെക്സ്റ്റ് വൺ മൾട്ടിപ്പിൾ കോറിലേഷൻ. മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, അവിടെ മൾട്ടിപ്പിൾ, അതായത് 3 അതിലധികമോ നമ്പർ ഓഫ് വാരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പാണ് സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ കോറിലേഷൻ. സോ സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വേരിയബിൾ ഉണ്ടാവും. പാർഷ്യൽ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വേരിയബിൾ ഉണ്ടാവും, അതിൽ ഒരെണ്ണം കോൺസ്റ്റൻ്റ് ആയിരിക്കും. 3 അതിൽ കൂടുതലോ വാരിയബിൾസ് ഉണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ കോറിലേഷൻ ആവും. സോ നെക്സ്റ്റ് ടൈപ്പാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the values of both variable moves in the same direction it is called positive correlation. അതായത് നമുക്ക് 2 വേരിയബിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളാണ്. അതിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ 10, 20, 30, 40. വൈൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട് 5, 15, 25, 35. അതായത് ഇവിടെ എക്സും വൈയും എന്താണ് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ 2 വേരിയബിൾസും ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ 2 വേരിയബിൾസും ഡിക്രീസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ് കോറിലേഷൻ. അതായത് 2 വേരിയബിൾസ് മൂവ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ് കോറിലേഷൻ. 2 വേരിയബിൾസ് മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലേക്കാണെങ്കിൽ ഇറ്റ് ഈസ് നെഗറ്റീവ് കോറിലേഷൻ. എക്സാമ്പിൾ നോക്കിയാൽ മതി. താഴത്തെ ആദ്യത്തെ എക്സ് എന്ന് പറയുന്നത് 90, 80, 70, 60 ആണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? കുറയാണ് ചെയ്യുന്നത് അല്ലേ. നെക്സ്റ്റ് വൈ നോക്കൂ, 10, 20, 30, 40. അവിടെ എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. സോ 2 തമ്മിൽ ഓപ്പോസിറ്റ് ആണ്. സോ ദാറ്റ് ഈസ് നെഗറ്റീവ് കോറിലേഷൻ. നെക്സ്റ്റ് വണ്ണാണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഹാവ് എ കോൺസ്റ്റൻറ്റ് റേഷ്യോ ഇൻ ദി ചേഞ്ച് ഓഫ് അനദർ വേരിയബിൾ ഇറ്റ് ഈസ് കോൾഡ് ലീനിയർ കോറിലേഷൻ. അതായത് 2 വേരിയബിൾസും തമ്മിലുള്ള ചേഞ്ചിന് ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലീനിയർ കോറിലേഷൻ എന്ന് പറയും. കോൺസ്റ്റൻറ്റ് റേഷ്യോ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ലീനിയർ കോറിലേഷൻ എക്സാമ്പിൾ നോക്കുക. എക്സ് ഈക്വൽ ടു 10, 20, 30, 40 ആണ് അല്ലേ. വൈ എന്ന് പറയാലോ 15, 25, 35, 45. സോ അവിടെ എന്താണ്? ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോ ഉണ്ട് അല്ലേ. ഒന്ന് 10 ആകുമ്പോൾ മറ്റേത് 50 ആണ്. അത് 20 ആകുമ്പോൾ മറ്റേത് എന്താവും? 25 ആവും. അത് 30 ആകുമ്പോൾ ഇവിടെ എന്താവും? 35 ആവും. 40 ആകുമ്പോൾ 45 ആവും. സോ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിലാണ് ഇൻക്രീസ് സംഭവിക്കുന്നത്. ഇനി അടുത്തത് നോക്കുക. അവിടെ 10, 20, 30, 40 എന്ന് പറഞ്ഞിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അടുത്തത് 5, 15, 35, 45 ആണ്. സോ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോ ഇല്ല. സോ കോൺസ്റ്റൻറ്റ് റേഷ്യോ ഇല്ല എന്നുണ്ടെങ്കിൽ അത് നോൺ ലീനിയർ കോറിലേഷൻ ആണ്. കോൺസ്റ്റൻറ്റ് റേഷ്യോ ഉണ്ടെങ്കിൽ അത് ലീനിയർ കോറിലേഷൻ ആണ്. സോ നെക്സ്റ്റ് വൺ നോൺസെൻസ് ആൻഡ് സ്പ്യൂരിയസ് കോറിലേഷൻ. അതായത് നമുക്ക് കിട്ടുന്ന കോറിലേഷൻ 2 വേരിയബിൾസ് എൻ്റെ കോറിലേഷന് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം കോറിലേഷന് നമ്മൾ നോൺസെൻസ് കോറിലേഷൻ എന്ന് പറയും. സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞു നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആണ് എന്നുണ്ടെങ്കിൽ ദർ ഇസ്
റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾസ് ആണ് എന്ന് പറഞ്ഞു. സോ അങ്ങനെയുള്ള കോറിലേഷൻ നമ്മൾ എന്ത് പറയും? നോൺ സെൻസ് കോറിലേഷൻ എന്ന് പറയും. അതായത് രണ്ട് വാരിയബിൾസ് തമ്മിൽ പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്സും ഇല്ല. സോ ഇതാണ് നമ്മളിന്ന് പഠിച്ചത്. കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ റിലേഷൻഷിപ്പാണ്. നമുക്ക് എന്തിൻ്റെ റിലേഷൻഷിപ്പ് വേണമെങ്കിലും സ്റ്റഡി ചെയ്യാം. എങ്ങനെയുള്ള ക്വാണ്ടിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന എന്നും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളുടെ ഏജും ഇൻകവും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരാളുടെ ഏജും അയാളുടെ ഏർണിങ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അങ്ങനെ ഒരാളുടെ ഏജും അയാളുടെ BP ലെവൽ അല്ലെങ്കിൽ അയാളുടെ വെയ്റ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അങ്ങനെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ വാരിയബിൾസിൻ്റെയും റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ പ്രോബ്ലംസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതാണ് ഇതിൻ്റെ തിയറി പാർട്ട്. എന്താണ് കോറിലേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ദ മെഷർ ഓഫ് കോറിലേഷൻ ആണ് എന്ത്? കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്, അതായത് R എന്ന് പറയുന്നത്. സോ അത് R എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. എപ്പോഴും കോറിലേഷൻ്റെ വാല്യൂ -1ൻ്റെയും +1ൻ്റെയും ഇടയിൽ ആയിരിക്കും. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്.